വിലക്കയറ്റത്തിൽ കേരളം ഇന്ത്യൻ ശരാശരിയേക്കാൾ വളരെ മുകളിൽ. കോവിഡ് കാലത്തൊക്കെ ഒരു അസാധാരണമായ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം നിലനിന്നിരുന്നു. അങ്ങനെ ആ അവസ്ഥയിലാണ് ഈ റീപ്പോ റേറ്റ് നിയന്ത്രിച്ചു നിർത്തി പണപ്പെരുപ്പത്തെ താഴേക്ക് കൊണ്ടുവരുവാനായിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി ഫോം ചെയ്തതും ആ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടൽ മൂലം ക്രമേണ പ്രൈസ് റൈസ്, ആ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം താഴേക്ക് പതുക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ വന്ന് ഒരു 7-8 മാസം മുൻപ് മുതലേ അത് ഒരു 1% വിലക്കയറ്റം, അതായത് 2 മുതൽ 6% വരെ വിലക്കയറ്റം, മാക്സിമം 6% വരെ, 2 to 4 അതായിരുന്നു നോർമൽ ആയിട്ടുള്ള റേറ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റി കണ്ടെത്തിയത്. അത് 6% വരെ പോയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ കഴിവതും 2 മുതൽ 4% വരെയുള്ള റേഞ്ചില് വിലക്കയറ്റത്തെ, ഉപഭോക്തൃ വിലക്കയറ്റത്തെ നിയന്ത്രിച്ചു നിർത്തുക, അതായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് 7-8 മാസം മുൻപ് അത് 2%-ലും താഴെ 1.9%-ലേക്കൊക്കെ എത്തി. അങ്ങനെ തുടർന്ന് പോരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ അത് 2.07% എന്ന് വെച്ചാൽ 2.1% എന്ന് നമുക്ക് പറയാം ത്തിലെത്തി ഓൾ ഇന്ത്യ തലത്തിൽ. അപ്പം ദേശീയ തലത്തില് 2.1%-ൽ പ്രൈസ് റൈസ് നിൽക്കുമ്പോൾ, അതായത് വിലക്കയറ്റം നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിനേക്കാൾ വലിയ നിരക്കിൽ എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി വിഭാവന ചെയ്തിരുന്ന 2 to 4%, 2 to 6%-ലും ഒക്കെ മുകളിലാണ് വിലക്കയറ്റം നിലകൊള്ളുന്നത്. എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ജനുവരിയിൽ 6.79% ഫെബ്രുവരി ആയപ്പോൾ ഓർമ്മിക്കണം, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് 2 to 4 ആണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റേറ്റ്. ഇല്ലെങ്കിൽ ആ റേഞ്ച് 2 മുതൽ 6% വരെ മാക്സിമം പോകാം. അതാണ് ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ളത്. പിന്നെയുള്ളതൊക്കെ വലിയ ഇൻഫ്ലേഷൻ ആയിട്ടാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. അപ്പൊ ഇവിടെ കേരളത്തില് ആ ദേശീയ ശരാശരി 2% ചുറ്റുവട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തില് 6.79% ജനുവരിയില്, ഫെബ്രുവരിയിൽ 7.31%, മാർച്ചില് വീണ്ടും 6.59%, ഏപ്രിലില് 5.94%, മെയ് ആകുമ്പോഴത്തേനും 6.46%, ജൂൺ ആയപ്പോഴേക്കും 6.71%, ജൂലൈയിലെ 8.89%, ഇക്കഴിഞ്ഞ ഓഗസ്റ്റില് 9.04%. ഈ തരത്തിലാണ് കേരളത്തിലെ ഗ്രാമങ്ങളിലാണ് പണപ്പെരുപ്പം നഗരങ്ങളിലേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു സവിശേഷതയായിട്ടാണ് പഠനം നടത്തുന്നവരൊക്കെ, SBIയുടെ സ്റ്റഡി ഗ്രൂപ്പും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തില് ഇങ്ങനെ ഉയർന്ന വിലക്കയറ്റം ഉണ്ടാകാൻ കാരണം? അത് ഇപ്പോൾ തിരുവോണം കഴിഞ്ഞതേ ഉള്ളൂ. ഈ സമയത്തൊക്കെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അതായത് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള ഒരു ആയുധമായി തന്നെയാണ് എല്ലാവരും ഈ വിലക്കയറ്റം, കേരളത്തില് കുറയാതെ നിൽക്കുന്ന വിലക്കയറ്റം, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയോ ആര് വിചാരിച്ചാലും കേരളത്തിലെ വിലക്കയറ്റത്തെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സാധാരണ രീതിയിൽ വിലക്കയറ്റം ഗ്രാമങ്ങളിലേക്കാൾ ഉയർന്നു നിൽക്കുക പട്ടണങ്ങളിലാണ്. കേരളത്തിൽ നേരെ തിരിച്ചാണ്, ഗ്രാമങ്ങളിലാണ് നഗരങ്ങളിലേക്കാൾ ഉയർന്ന വിലക്കയറ്റം. അപ്പൊ ഉദാഹരണത്തിന് ഓഗസ്റ്റിലെ 9.07% ആണ് ആകെപ്പാട് ശരാശരി നോക്കിയാൽ. പക്ഷേ നഗരം ഗ്രാമം തിരിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രാമത്തില് 10.05% ആണ് വിലക്കയറ്റ നിരക്ക്, മറിച്ച് നഗരങ്ങളിൽ 7.19%. അപ്പം നഗരങ്ങളിലെ പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഉയർന്നതാണ് ഗ്രാമങ്ങളിലെ പണപ്പെരുപ്പ് നിരക്ക് എന്ന് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെതാണ് ഈ നിഗമനം, ഈ കണ്ടെത്തൽ. അങ്ങനെ ആ ഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും, കാരണം അത് വളരെ വിദഗ്ധമായ രീതിയിൽ നടത്തിയ ഒരു പഠനമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണങ്ങൾ? വെളിച്ചെണ്ണ വിലയിലെ വർധന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പഠന ഗ്രൂപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വെളിച്ചെണ്ണ വിലയിലെ വർധനവാണ്. വെളിച്ചെണ്ണ വില സാധാരണ രീതിയിൽ ഒരു 200 രൂപയിലൊക്കെ 1 കിലോഗ്രാം വെളിച്ചെണ്ണയുടെ വില നിൽക്കുന്നതാണ്.
പക്ഷേ ഇപ്രാവശ്യം നമുക്കറിയാം തിരുവോണം ഒക്കെ ആകുന്നതിന് മുൻപ് തന്നെ അത് 475 500 ഗോൾഡൻ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് 500 രൂപ വരെ വെളിച്ചെണ്ണയുടെ വില പോയിരുന്നു. പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് സപ്ലൈകോ വഴിയായിട്ടൊക്കെ വെളിച്ചെണ്ണ 390 രൂപയ്ക്കും ഏകദേശം ഒരു 390 രൂപ വിലയ്ക്ക് 390 രൂപ 1 കിലോ വെളിച്ചെണ്ണ 200 രൂപയ്ക്ക് കിട്ടുമായിരുന്നത് 390 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇരട്ടി വില ഏകദേശം എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ആ തരത്തില് വെളിച്ചെണ്ണ ഒരു പ്രധാനപ്പെട്ട കാരണഭൂതൻ, ഈ വിലക്കയറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടിഞ്ഞാണായിട്ട് വെളിച്ചെണ്ണ മാറി എന്നാണ് ആ പഠനം, അതായത് SBIയുടെ പഠന ഗ്രൂപ്പിന്റെ കണ്ടെത്തൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റിനെ വിമർശിക്കാൻ എടുക്കുന്നവര് ഗവൺമെന്റ് മാനിഫെസ്റ്റോയില്, ഇലക്ഷൻ മാനിഫെസ്റ്റോയില് 2 തവണയും അവർ 2016 ഭരണത്തിൽ വരുമ്പോഴും 2021 2ാം ഭരണത്തിൽ വരുമ്പോഴും ഇലക്ഷൻ മാനിഫെസ്റ്റോയില് 13 അത്യാവശ്യ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാതെ നോക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ വർഷം നമുക്ക് ഇത്തവണ ഭരണത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം ഒരു സമയത്തും വില വർദ്ധിക്കാതിരുന്നിട്ടില്ല. ഇപ്പോഴും വിലകൾ ഉയർന്നു തന്നെയാണ് നിന്നത്. പിന്നെ ഓണം വരുമ്പോഴേക്കും പേരിന് വേണ്ടി ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച്, അതായത് സപ്ലൈകോ വഴിയായിട്ട് നൽകും. അപ്പൊ അങ്ങനെ കുറച്ച് വില താഴ്ന്നു നിൽക്കും. ആ സപ്ലൈകോ വഴി കിട്ടുന്ന 13 ഉൽപ്പന്നങ്ങളുടെ വില മാത്രം അല്പം താഴ്ന്നു നിൽക്കും. പക്ഷെ അതിലും വലിയ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഉപഭോക്താക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അധികം ഉപഭോക്താക്കൾ മുന്നോട്ട് വരില്ല. എന്താണ് അതിലെ റിസ്ക്? ഇവിടെ സപ്ലൈകോ മറ്റ് ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന്, അരിയും ധാന്യങ്ങളും മറ്റുള്ളവയും ഒക്കെ സപ്ലൈ ചെയ്യാമെന്ന് ഏൽക്കുന്ന കോൺട്രാക്ടേഴ്സിന് ഒരുപാട് കുടിശ്ശിക കൊടുക്കാനുണ്ട് സപ്ലൈകോ. അങ്ങനെ കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് കോൺട്രാക്ട് കോൾ ഫോർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി കോൺട്രാക്ട് കൊടുക്കാൻ പോലും തയ്യാറല്ല ഈ കോൺട്രാക്ടേഴ്സ്. അത് ഒന്ന്. പിന്നെ ആരെങ്കിലും അവസാനം കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ അവർ മറ്റെവിടെയും വിറ്റഴിക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളാകാം കേരളത്തിൽ വിറ്റഴിക്കുന്നത്. കേരളം അത് വാങ്ങിയേ തീരൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഗതിയില്ല, കൊടുക്കാനുള്ള കുടിശ്ശികയെല്ലാം കിടക്കുകയാണ്. അപ്പൊ തരുന്നത് വാങ്ങിക്കുക. അപ്പൊ നമ്മൾ ഉപഭോക്താക്കളാണ് സത്യം പറഞ്ഞാല് അവസാനം ചീറ്റ് ചെയ്യപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത്. വളരെ മോശമായി ഈ പറയപ്പെട്ട ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള അരി, ഗോതമ്പ്, മറ്റ് ആട്ട, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഒക്കെ മറ്റെങ്ങും ചെലവാകാത്തതായിരിക്കാം. പക്ഷെ കേരളത്തില് അതൊക്കെ കേരളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. നമുക്കറിയാം കേരളത്തെ ബാധിക്കാത്ത രോഗങ്ങളില്ല. കേരളം രോഗശയ്യയിലാണ് എന്ന ഒരവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജുകളോ താറുമാറായി കിടക്കുന്നു, അവയൊക്കെ തന്നെ വെന്റിലേറ്ററിലാണ്. അങ്ങനെ മെഡിക്കൽ കോളേജുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും എല്ലാം തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരവസരത്തിലാണ്. നമുക്കറിയാം പലതരം രോഗങ്ങൾ, പണ്ട് ഇല്ലാതിരുന്ന രോഗങ്ങൾ, വല്ലപ്പോഴും ഒരിക്കൽ കാണിച്ചു പോകുമായിരുന്ന രോഗങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ തേടി പോകുമ്പോഴാണ് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടായിട്ട് വരുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടി വരുന്നത്. മറ്റേ അതുപോലെ തന്നെ ക്ലീനിങ് ഓപ്പറേഷൻസ്, ജൈവമാലിന്യ നിർമ്മാർജ്ജനം തൊട്ടുള്ള കാര്യങ്ങളിലൊക്കെ നാം വളരെ പിന്നിലാണ് എന്നതൊക്കെയാണ് ഇങ്ങനെ മാറാവ്യാധികള് ഒന്നിനൊന്നായിട്ട് മസ്തിഷ്ക ജ്വരം പോലെ എന്തുമാത്രം പലതരത്തിലുള്ള മാറാവ്യാധികളാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമാധാനമായിട്ട് വളർത്താൻ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറയപ്പെട്ട വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വിലക്കയറ്റം വലിയ ഒരു കുരുക്കായിട്ട് കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ വെളിച്ചെണ്ണ വില മാത്രമാണോ സപ്ലൈകോയെ ബുദ്ധിമുട്ടിക്കുന്നത്? സപ്ലൈകോയ്ക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റാത്തതൊക്കെ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ക്രൈസിസ് കൊണ്ടാണ്. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ക്രൈസിസിന് ഗവൺമെന്റ് കേന്ദ്രത്തെ പഴി പറയുന്നുവെങ്കിലും നമുക്കറിയാം കേന്ദ്രത്തെ പഴി പറയുന്നതിൽ ഭാഗികമായിട്ട് ശരിയാണ് കേന്ദ്രത്തെ പഴി പറയുന്നത്. പക്ഷെ ഭാഗികമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വകമാറ്റി ചെലവഴിക്കലും ധൂർത്തും ഒക്കെയാണ് കാരണം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കേരളീയം തൊട്ട് നവകേരള സദസ് മുതല്, എന്റെ കേരളം മുതല്, ഇപ്പോ അയ്യപ്പ സംഗമം തൊട്ട് എല്ലാം നടത്തുകയാണ്. ഇതൊക്കെ പണം പിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ പിരിച്ചെടുക്കുന്ന പണം എവിടെ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ ക്ഷേമത്തിന് വേണ്ടിയോ ഈ പണം ഒന്നും ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിലക്കയറ്റം നമ്മെ ഇങ്ങനെ പിടികൂടിയിരിക്കുന്നത്. അതായത് സാധാരണക്കാരന്റെ
ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് വിലക്കയറ്റം മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 മാസമായിട്ട് നാഷണൽ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന രീതിയിലാണ് ഇവിടുത്തെ വിലക്കയറ്റം മുന്നോട്ട് പോകുന്നത്. രണ്ടാമതൊരു കാരണം, അപ്പൊ ഒന്നാമത് തേങ്ങയുടെ ഉൽപാദനം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തേങ്ങയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. അത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ട് വളം ചേർക്കുക. വളം ചേർക്കുന്നത് നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, ഇത് മൂന്നും തെങ്ങിന് അനിവാര്യമാണ്. പൊട്ടാസ്യം കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് വാങ്ങി ഇടാൻ പറ്റാത്ത പക്ഷം ഇഷ്ടം പോലെ ചാമ്പല് ചേർക്കുക, ചാമ്പലും വെള്ളവും കൊടുക്കുക. വെള്ളം വളരെയധികം ജലസേചനം ആവശ്യമുള്ള ഒരു വൃക്ഷമാണ് തെങ്ങ്. അപ്പൊ അതിന് ജലസേചനവും ആവശ്യത്തിന് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഇഷ്ടം പോലെ ചാമ്പലും ഇടാമെന്നുണ്ടെങ്കിൽ തെങ്ങ് നന്നായിട്ട് കായ്ക്കും. അതിന് നൈട്രജനും ഫോസ്ഫേറ്റും പൊട്ടാസ്യവും വേണമെന്ന് നിർബന്ധമില്ല. അത് കണക്കിനനുസരിച്ച് 1 കിലോ നൈട്രജന്, 1/2 കിലോ ഫോസ്ഫേറ്റ്, 2 കിലോ പൊട്ടാസ്യം ഈ രീതിയിൽ ഇട്ട് കൊടുക്കാമെങ്കിൽ വളരെ നന്നായിട്ട് 2 പ്രാവശ്യം ഈ രീതിയിൽ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ തെങ്ങ് വളരെ നന്നായിട്ട് കായ്ക്കും. അത് നിങ്ങൾ കോഴിക്കോട്ട് തന്നെ വാണിമേൽ പഞ്ചായത്തുകാരോട് അന്വേഷിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും നല്ല തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് വാണിമേൽ പഞ്ചായത്ത്. അവരുടെ തേങ്ങയാണ് വിത്ത് തേങ്ങയായിട്ട് കേരളത്തിൽ മുഴുവനും വിറ്റഴിക്കപ്പെടുന്നത്. അവരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് നല്ല തെങ്ങിനെ നന്നായി പരിപാലിക്കുക എന്ന്. അപ്പൊ തെങ്ങിനെ പരിപാലിക്കണം. കാരണം 35 ലക്ഷം ജനങ്ങളുടെ ജീവനോപാധിയാണ് തെങ്ങ്. ആ തെങ്ങിനെ പരിപാലിക്കാതെ, തേങ്ങയില്ലാതെ തെങ്ങെല്ലാം രോഗം ബാധിച്ച് പോയി കഴിഞ്ഞാല് ഈ 35 ലക്ഷം ജനങ്ങളുടെ ജീവനോപാധിക്ക് വേറെ എന്താണ് ഒരു മാർഗമുള്ളത്? ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇവിടെ നിന്നുള്ള പ്രവാസം എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്കുള്ള പ്രവാസം കുറഞ്ഞു വരികയാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവാസത്തിന് പോകുന്നവർ തിരിച്ചു വരാൻ പോകുന്നവരല്ല. അപ്പൊ ഇവിടെയുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ഭൂമിയിലെ ഉള്ള കൃഷികൾ നിലനിർത്തപ്പെടണം. അതുകൊണ്ട് തന്നെ തെങ്ങിനെ അങ്ങനെ വിട്ടുകളയാതെ തെങ്ങിനെ ചേർത്ത് പിടിക്കുക. ഓരോരുത്തരും അവനവന്റെ വീട്ടിൽ ഒരു തെങ്ങെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് പാലിന്റെ ഉപഭോഗം കേരളത്തിൽ 171 മില്ലിഗ്രാം പാലാണ് പെർ ക്യാപിറ്റ കൺസംഷൻ. അതേസമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ അത് 470 മില്ലിഗ്രാം ആണെന്ന് ഓർക്കണം. അപ്പൊ പാൽ ഉൽപാദനവും പാലിന്റെ ഉപഭോഗവും പെർ ക്യാപിറ്റ ഇവിടെ കേരളത്തിൽ കുറവാണ്. അതിനെ കവച്ചു വെക്കാൻ നമുക്കുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ പശുവിൻ പാല് പോലെ തന്നെ വളരെ സമ്പുഷ്ടമാണ്. അങ്ങനെയുള്ള ആ തേങ്ങാപ്പാൽ നമ്മുടെ ആരോഗ്യത്തെ, അതായത് ഓൾ ഇന്ത്യ തലത്തില് എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആൻഡ് വേസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. 38%. മറിച്ച് കേരളത്തിൽ അത് വെറും 19%. എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്റ്റാൻഡേർഡ് ആൻഡ് വേസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഈ 19% അത് ഒറ്റ കാരണമാണ് ശാസ്ത്രജ്ഞർക്ക് ചൂണ്ടിക്കാണിക്കുന്നത്: തേങ്ങയുടെ ഉപയോഗം. അപ്പൊ തേങ്ങയുടെ ഉപയോഗത്തിൽ നിന്നോ വെളിച്ചെണ്ണയുടെ ഉപയോഗത്തിൽ നിന്നോ തേങ്ങാപ്പാലിന്റെ ഉപയോഗത്തിൽ നിന്നോ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ പിന്നോട്ട് പോകരുത്. അതുകൊണ്ട് തെങ്ങിനെ ശരിക്ക് കൽപ്പവൃക്ഷമായിട്ട് തന്നെ കണ്ടുകൊണ്ട് തെങ്ങിനെ പരിപാലിക്കണം. ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാകാനായിട്ട് നിങ്ങൾ മുൻകൈ എടുക്കണം. അപ്പൊ അത് കഴിഞ്ഞ് ഒന്നാമത്തെ കാരണം ഇവിടുത്തെ വിലക്കയറ്റത്തിന്റെ കാരണമാണ് ഈ പറഞ്ഞു വരുന്നത്. ചിരിച്ചു പോകരുത് കേട്ടോ, ഞാൻ തെങ്ങിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് സംസാരിക്കുമ്പോൾ. പക്ഷെ അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് തെങ്ങിനെ പറ്റി ഇത്രയധികം വാചാലിയായി പോയത്. എന്നോട് ക്ഷമിക്കണം. അപ്പൊ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇവിടെ സ്വർണത്തോടുള്ള കമ്പം. വിലക്കയറ്റത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമായിട്ട് ഈ SBIയുടെ സ്റ്റഡി ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണത്തോടുള്ള കമ്പം. സ്വർണത്തോടുള്ള കമ്പം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടണ്ട. ഗോൾഡ് വേൾഡ് കൗൺസിൽ എന്താ കണക്ക് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം എന്തുമാത്രം? ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് തന്നെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം 800 മുതൽ 1000 ടൺ വരെയാണ് ഇന്ത്യയിൽ ഒരു വർഷം വിൽക്കപ്പെടുന്ന. അത് ഒഫീഷ്യൽ സോഴ്സ് ആണ് കേട്ടോ. കള്ളക്കടത്ത് സ്വർണം വേറെ ഇഷ്ടം പോലെ വിൽക്കപ്പെടുന്നുണ്ട്, വാങ്ങപ്പെടുന്നുമുണ്ട്. പക്ഷെ ഈ ഒഫീഷ്യൽ സ്വർണത്തിന്റെ തന്നെ ഈ 1000 ടൺ വരെ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്ന്. അപ്പൊ അതൊക്കെ ആഭരണമായിട്ട് നമുക്കറിയാം. അഡ്വർടൈസ്മെന്റിൽ നമ്മൾ കാണുന്ന, എനിക്ക് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സങ്കടം തോന്നും. ഇത്രയും വിദ്യാഭ്യാസ സമ്പുഷ്ടമായ കേരളം, യുക്തിസഹമായി ചിന്തിക്കാൻ പറ്റേണ്ട കേരളം ഇത്ര യുക്തിസഹമല്ലാതെ ചിന്തിച്ചു പോകുന്നത് എങ്ങനെ?
ആപാത ചൂടം സ്വർണം ധരിച്ച പെൺകുട്ടികളെ കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട്? നാം ഒരു കാരണവശാലും യുക്തിസഹമായി ചിന്തിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ പിന്നെ ഇങ്ങനെ ഈ കച്ചവടം നടത്തുന്നതിനായിട്ട് ഈ തന്ത്രങ്ങൾ, ഈ വ്യാപാര തന്ത്രങ്ങളും കൊണ്ട് നടക്കുന്നവര്. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ സെലിബ്രിറ്റികൾക്കെതിരെ കോടതിയിൽ പോകണമെന്ന്, ഇത്തരം വ്യാജ പ്രചാരണം. തീർച്ചയാണ് ഇത് വ്യാജ പ്രചാരണമാണ്. എന്തിനാ നമ്മളെ കണ്ണുകെട്ടി നമ്മളെ വിശ്വസിപ്പിച്ച് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുക. സ്വർണം തീർച്ചയായിട്ടും ഏറ്റവും സൂക്ഷിച്ചു വെക്കാവുന്ന മൂല്യവത്തായ ഒരു അസറ്റാണ്. അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കാം. മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴും സ്വർണം കൊടുക്കാം. പക്ഷെ ഒരു കാരണവശാലും പാതാതികേശം ആഭരണങ്ങൾ അണിഞ്ഞ് ഉള്ള ഇത്തരം അഡ്വർടൈസ്മെന്റിൽ വീണ് ആ ആഭരണങ്ങൾക്ക് വേണ്ടി പണം കളയരുത്. ആഭരണങ്ങൾക്ക് വേണ്ടി പണം കളഞ്ഞാൽ അതിന്റെ പണിക്കൂലി, അതായത് എനിക്ക് തന്നെ നല്ല അനുഭവമുണ്ട്. 1.25 ലക്ഷം രൂപ കൊടുത്ത് എന്റെ ഭർത്താവ് തന്നെ ഒരു ഗൾഫ് പര്യടനത്തിന് പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന 2 ഡയമണ്ട് സ്റ്റഡ്സ് എന്തു മനോഹരമായിരുന്നു. പക്ഷെ അത് വളരെ വലുതായിരുന്നു, കുറച്ച് എന്റെ കാതിന് ചേരില്ലായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അവസാനം ഞാൻ അത് കൊണ്ടുവന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ അത് മാറ്റി വെച്ചാൽ വെറുതെ വീട്ടിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോ 1,25,000 രൂപ കൊടുത്ത് 10-15 വർഷം മുൻപ് മേടിച്ച സാധനത്തിന് എനിക്ക് കിട്ടിയ പിന്നെ രൂപ 33,000 രൂപ. ഇത് എന്റെ അനുഭവമായി പറയുന്നത് കേട്ടോ. അതിമനോഹരങ്ങളായിരുന്നു ആ സ്റ്റഡ്സ്, 2 ഡയമണ്ട് സ്റ്റഡ്സ്, 7 കല്ല് വെച്ച ഡയമണ്ട് സ്റ്റഡ്സ്. പക്ഷെ ഈ കടക്കാരെന്താ പറഞ്ഞെന്നറിയാമോ? 18 ഗ്രാം സ്വർണമാണെന്ന്. അതുകൊണ്ട് ആ വിലയ്ക്ക് അവരതിനെ റിഡ്യൂസ് ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ പറഞ്ഞത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ 1,25,000 രൂപ കൊടുത്ത് 15 വർഷം മുൻപ് വാങ്ങിയ ഉൽപ്പന്നമാണ് ഇത്ര ലോ പ്രൈസിൽ ഞാൻ കൊടുക്കേണ്ടി വന്നത് എന്ന് ഓർക്കണം. അതുപോലെ നിങ്ങൾക്കും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഇത്രയും വലിയ സ്റ്റഡ്സ്, ഈ എന്റെ കാതിന്റെ സൈസ് അനുസരിച്ച് അത് ഒരിക്കലും ചേരില്ല. അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ വാങ്ങില്ലായിരുന്നു. പക്ഷെ ഞാൻ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് അതിന്റെ മനോഹാരിത കണ്ട് ഹസ്ബൻഡ് വാങ്ങിച്ചതാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പലതും വാങ്ങാൻ തോന്നും. പക്ഷെ അവസാനം നമ്മുടെ നിക്ഷേപം നാം നശിപ്പിച്ചു കളയുകയാണ്. വലിയ മനോഹരങ്ങളായ എത്ര ഡിസൈൻസ് എവിടെയാ മാറ്റി ഇടാൻ പോകുന്നത്? അതിട്ടുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോയാൽ നിങ്ങളുടെ കഴുത്തും കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ കൈ കൊണ്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഇതാ ഈ കയ്യേലിട്ടിരിക്കുന്നത് നോക്കൂ. അതുപോലെ കൈ വെട്ടിക്കൊണ്ട് പോകില്ല എന്ന് ഉറപ്പുള്ള ആഭരണങ്ങൾ ധരിച്ചു വേണം നമ്മൾ പുറത്തേക്കോ അല്ലെങ്കിൽ ദൂരയാത്രയ്ക്കോ ഒക്കെ പോകാൻ. അതുപോലെ കാൽപാദങ്ങളിൽ പാദസരം വിവിധ മനോഹരമായിട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് കാലില്ലാതെ തിരിച്ചു വരാൻ ഇടവരരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമാണ്. സ്വർണം നല്ലൊരു നിക്ഷേപമാണ്. പക്ഷെ അത് കള്ളൻ കണ്ടെത്താത്ത ഏതെങ്കിലും ഒരു മേഖലയിൽ ഒളിച്ചു വെച്ചാൽ മതി. അതുമായിട്ട് ഇങ്ങനെ സ്വൈരവിഹാരം ചെയ്ത് കള്ളന്മാരെ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതുപോലെ നിങ്ങൾ വാങ്ങി വെക്കുന്ന സ്വർണം പിന്നീട് ഒരിക്കൽ, അതാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, പിന്നീട് ഒരിക്കൽ വിറ്റ് മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത വിലയുടെ വലിയ അതായത് ഞാൻ അന്ന് ആ സ്വർണത്തിന്റെ വലിയ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാ ഗൾഫില്. ആ റെസീറ്റും എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ വിൽപ്പനയ്ക്ക് ചെന്നത്. എന്നിട്ട് പോലും എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പോഴും ഓർക്കുക, ഈ മനോഹാരിത കൊണ്ടൊന്നും ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ മകള് അല്ലെങ്കിൽ നിങ്ങളുടെ മകന് ആ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ ആ വിലയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അത് കാരണം സ്വർണമായിട്ട് തന്നെ വാങ്ങിച്ചു വെക്കുക, ആഭരണമായിട്ടല്ല. ആഭരണമായിട്ട് വാങ്ങി വെച്ചാലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ വിലക്കയറ്റത്തിന്റെ രണ്ടാമത്തെ കാരണം സ്വർണത്തിലുള്ള അമിത ആസക്തി കേരളീയരുടെ. ഈ പറഞ്ഞ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞതുപോലെ ആകെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% വിൽക്കുന്നത് കേരളത്തിലാണ് എന്ന കാരണം കൊണ്ട് ഈ അതിന്റെ വിലക്കയറ്റം, സ്വർണവും അതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റത്തില്, അതായത് പണിക്കൂലി അത് ഇതെന്നൊക്കെ പറഞ്ഞ് സ്വർണത്തിന്റെ ഒറിജിനൽ പ്രൈസ് ഒരു സ്ഥലത്ത് കിടക്കും, കേരളീയർ കൊടുക്കുന്ന വില വേറെ ആയിരിക്കും. കാരണം അത് ആഭരണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച്, ആഭരണത്തിന്റെ മനോഹാരിത അനുസരിച്ച് അതിന്റെ പണിക്കൂലിയും ഒക്കെ മാറി മറിഞ്ഞ് വരും. അപ്പൊ ഇങ്ങനെ പിന്നെ അതുപോലെ വേറൊരു കാരണമായിട്ട്, വിലക്കയറ്റത്തിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വേതന നിലവാരമാണ്. കേരളത്തിലെ വേതന നിലവാരം എന്താണ്? കേരളത്തിലെ വേതന നിലവാരം 1,250 രൂപ മുതൽ 1,500 രൂപ വരെ കൊടുത്താലാണ്
ഒരു 4-5 മണിക്കൂർ കിളയ്ക്കാനോ മറ്റതുപോലെ തെങ്ങിന്റെ മൂട് വൃത്തിയാക്കാനോ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ തിരുവനന്തപുരത്ത് ആള്, കേരളത്തിൽ എവിടെയും അങ്ങനെ അതിന് ഇക്വലന്റ് ആണ്. ഇവിടെ ഭക്ഷണം കൊടുക്കണ്ട. ആ സമയത്ത് വയനാട് ജില്ലയിലേക്ക് പോയാൽ ഭക്ഷണം കൊടുക്കണം 800-900 രൂപ കൊടുത്താൽ മതി. 2 നേരത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ പിന്നെ തീർന്നില്ലേ, അതും 1200 എത്തില്ലേ അപ്പോഴേക്കും. ഇതുപോലെയാണ് ഈ ഉയർന്ന വേതനം. പക്ഷെ ഉയർന്ന വേതനം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും വാദിക്കില്ല. കാരണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് മാന്യമായ വേതനം കൊടുക്കണമെന്നാണ്. മാന്യമായ വേതനം കൊടുത്ത് ജോലി ചെയ്യിക്കാം, പക്ഷെ ജോലി ശരിയായി ചെയ്യിക്കണം. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. ഒരു തൊഴിലാളിക്ക് 1250 രൂപ കൊടുക്കുമ്പോൾ ആ 1250 രൂപയുടെ തൊഴിൽ ആ തൊഴിലാളി ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് തൊഴിൽ ദാതാവിന്റെ കടമയാണ്. അതായത് അത് അയാളുടെ കാര്യക്ഷമത അനുസരിച്ചിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരംഭത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യക്ഷമതയാണെങ്കിൽ 1250 രൂപ അവൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോയെന്ന് വിചാരിച്ചാൽ മതി. കാര്യക്ഷമതയോടെ ജോലി ചെയ്യിക്കുക എന്നുള്ളതിന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യക്ഷമതയെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നുള്ളതും വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളം ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.41% പോപ്പുലേഷൻ മാത്രമുള്ള ഒരു സംസ്ഥാനമാണെന്ന്. പക്ഷേ ഇന്ത്യയിലെ ആകെ ഉപഭോഗത്തിന്റെ 10% കേരളത്തിലാണ് വാങ്ങിച്ചു പോകുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കേരളീയര് ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ട്, അതായത് ആരുടെയൊക്കെ ഫ്ലിപ്കാർട്ട് ആകട്ടെ, ആമസോൺ ആകട്ടെ, മൈജി ആകട്ടെ, ആരുമാകട്ടെ തിമിർത്തുള്ള അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് നമ്മളെ അന്ധരാക്കി നമ്മളെ ഏത് ഉൽപ്പന്നവും അടിച്ചേൽപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചത്, പഠനം കൊണ്ട്, അതായത് ലിറ്ററസി കൊണ്ട് നമുക്കുണ്ടായ ആ ലോജിക്കൽ തിങ്കിങ്, അതിനെവിടെയാണ് അപകടം പറ്റിയത്? ലോജിക്കൽ തിങ്കിങ് ഉള്ള ആരും തന്നെ ഇത്തരം അഡ്വർടൈസ്മെന്റിന് വഴിപ്പെട്ട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയില്ല. നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് എങ്കിൽ ഓരോ പൈസയും ചെലവഴിക്കുന്നതിന് മുൻപ് അടുത്ത വീട്ടിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നല്ല നോക്കുക. നാം ഈ 1 രൂപ എങ്ങനെ ഉണ്ടാക്കി, ഈ 1 രൂപയ്ക്ക് ഇത് വാങ്ങിയില്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്ത് കാര്യം ചെയ്യാനുണ്ട്, നേടാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് 1 രൂപയുടെ ഏത് തരത്തിൽ അത് ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് കൊണ്ടുവരിക എന്ന ഒരു ചിന്ത, അതാണ് ലോജിക്കൽ തിങ്കിങ്. ആ ലോജിക്കൽ തിങ്കിങ്ങിലൂടെ മാത്രമേ നാം നമ്മുടെ പണം ചെലവഴിക്കാവൂ. അങ്ങനെ വരുമ്പോഴേക്ക് ആവശ്യത്തിലധികം സ്വർണം വാങ്ങി ആഭരണങ്ങൾ വാങ്ങി വെക്കുകയില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല. ഏത് കമ്പനിയുടെ, നമ്മുടെ വീട്ടിൽ 2-3 മിക്സി ഇരിക്കുമ്പോഴായിരിക്കും വേറൊരു മിക്സിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആര് കാണുന്ന ഉടനെ പോയി അതൊന്ന് വാങ്ങിക്കുക. എന്തൊരു നോൺസെൻസ്! അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്ക് അവരെ പറ്റിയൊക്കെ വലിയ എന്താ പറയുക, കഷ്ടം തോന്നിയിട്ടുണ്ട്. ഇവരുടെ ഒക്കെ തലയ്ക്കകത്ത് എപ്പോഴാ കോമൺ സെൻസ് ഉണ്ടാവുക, ഉത്ഭവിക്കുക എന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് കേരളം വിലക്കയറ്റത്തിലെ ഇന്ത്യയുടെ എന്താ പറയുക നെറുകയിലെത്താൻ കാരണം. നെറുകയിലെത്തുന്നത് നല്ലതാ, പക്ഷെ വിലക്കയറ്റം എന്ന ഒരു വേണ്ടാത്ത ഇഷ്യൂ കൊണ്ടാകരുത് നെറുകയിൽ എത്തുന്നത്. അപ്പോ നമ്മൾ തീർച്ചയായും ശ്രമിക്കണം. കേരളീയർ യുക്തിസഹമായി ചിന്തിക്കണം. അതായത് 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം എങ്ങനെ ചിന്തിക്കണം? നമുക്ക് പ്രവാസികൾ അയച്ചു തരുന്ന പണമുണ്ട്, അത് വേറൊരു റീസണാണ്. പ്രവാസികൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിത് ഇങ്ങോട്ട് അയക്കുന്ന പണം ഒരു ബുദ്ധിമുട്ടും അറിയാതെ ഇവിടെ ഇരിക്കുന്നവരെ ഇഷ്ടം പോലെ ചെലവഴിക്കും. അവർക്കതിന് ദണ്ണയില്ല. ഉദാഹരണത്തിന് നമ്മൾ കണ്ടതാണ്, ഒരു അച്ഛൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, മകൻ ഇവിടെ ധാരാളിത്വം ദൂർത്തുമായിട്ട് നടന്ന് 4-5 കൊലപാതകങ്ങൾ നടത്തിയത് തിരുവനന്തപുരത്ത് തന്നെ ഒരു ഏതാനും മാസം മുൻപ് നമ്മൾ കണ്ടതാ. അതുപോലെ എന്തൊക്കെ കഥകളാണ് നമ്മൾ ഇവിടെ കേൾക്കാറുള്ളത്. പ്രവാസി പണം, ആ പ്രവാസികൾ നമ്മുടെ കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ, ഇവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ മെച്ചപ്പെടാൻ വളരെയധികം അധ്വാനിച്ചവരാണ്, വളരെയധികം സംഭാവന ചെയ്തവരാണ്. നമ്മുടെ കേരളത്തിന്റെ GSDP, ആഭ്യന്തര മൊത്ത വരുമാനത്തിന് 32% വരെ പ്രവാസി പണമായിരുന്നു, പ്രവാസികൾ അയക്കുന്ന പണമായിരുന്നു. അപ്പോൾ വലിയ സംഭാവനകളാണ് അവർ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്തത്.
ആ വികസനത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ മറന്നുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് അയക്കുന്ന പണം ദുർവ്യയം ചെയ്യുന്ന മലയാളികളെ ഓർത്തിരിക്കുക. ഇത് മലയാളക്കരയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ പൈസയും വളരെ ചിന്തയോടുകൂടി മാത്രം, ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ചെലവഴിക്കുക. ദുർവ്യയം എന്റെ സ്വഭാവമല്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെ ഉറപ്പാക്കുകയാണെങ്കിൽ ഇവിടുത്തെ വിലക്കയറ്റം തനിയെ താഴേക്ക് വരും. ഇവിടെ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് രമിക്കുന്ന കമ്പനികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഇപ്പൊ ഇന്ത്യയിൽ ആകെ ഈ അഭിരമിക്കുന്നവര്, അഡ്വർടൈസ്മെന്റ് കൊണ്ട് അഭിരമിക്കുന്നവര്, ആ അഡ്വർടൈസ്മെന്റിന് സെലിബ്രിറ്റി ചമഞ്ഞു നിന്ന് കോടികൾ വാങ്ങുന്നവര്, അവരൊക്കെ ഇപ്പൊ കേരളത്തിലാണ് കൊടികുത്തി വാഴുന്നത്. അവരൊക്കെ കേരളം വിട്ടുപോകണം, അല്ലെങ്കിൽ അവരെയൊക്കെ കേരളം വിട്ടു പോയിക്കാൻ വേണ്ടി കോടതികൾ തന്നെ ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാധാരണക്കാരെ അവരുടെ കയ്യിലുള്ള മൂല്യം പിഴിഞ്ഞെടുക്കുന്ന സ്വഭാവമാണ് ഇവരെല്ലാവരും കൂടി ചെയ്യുന്നത്. അങ്ങനെയാണ് പണപ്പെരുപ്പത്തിലേക്ക് കേരളത്തെ തള്ളിഞ്ഞ് കൊണ്ടുവരുന്നത്. ആ പണപ്പെരുപ്പത്തിന്റെ ഇരകളാണ് കേരളത്തിലെ ഓരോ വ്യക്തിയും. അത് അനുവദിച്ചുകൂടാ. കേരളീയർ തന്നെ തീരുമാനിക്കണം, ഈ പണപ്പെരുപ്പം ഇവിടെ പാടില്ല, ആവശ്യമില്ലാത്തത് വാങ്ങി കൂട്ടരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കേരളീയർക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് സാക്ഷരതയുടെ റിവാർഡ് അവർ അനുഭവിക്കാൻ തുടങ്ങുകയുള്ളൂ.